Hello everyone, Dr. Manjula here. ഇന്ന് നമ്മൾ പീഡിയാട്രിക്സിന്റെ ഫുൾ സിലബസ് ഒന്ന് ക്വിക്ക് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ദ സൈസ് ആണ്, സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രോത്തിന്റെ പാറ്റേൺ ഉണ്ട്, പ്രത്യേകിച്ചും സെഫലോകൊഡൽ എന്ന് പറഞ്ഞാൽ തല മുതൽ ടോ വരെ ഉള്ളതാണ് സെഫലോകൊഡൽ. പിന്നത്തെ ഗ്രോത്ത് ഫോം എന്ന് പറയുന്നത് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് പെരിഫറിയിലോട്ട് അല്ലെങ്കിൽ നടുക്കുന്ന വെളിയിലോട്ടുള്ളത്. സോ അസസ്മെന്റ് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അസസ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ്, ലെങ്ത്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ് ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ലെങ്ത് ലെസ് ദാൻ 2 years ആണ് നമ്മൾ ഇൻഫന്റോമീറ്റർ ഉപയോഗിക്കും. പിന്നെ ഹൈറ്റ് മോർ ദാൻ 2 years ആണെങ്കിൽ സ്റ്റേഡിയോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കിൽ അക്വിസിഷൻ ആണ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഹെഡ് കൺട്രോള്, സിറ്റിംഗ്, വാക്കിംഗ് ഇതൊക്കെയാണ്. ഹെഡ് കൺട്രോൾ 3 മാസത്തിൽ കിട്ടും, സിറ്റിംഗ് ആണെങ്കിൽ 6 months, വാക്കിംഗ് ആണെങ്കിൽ 12 months. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിൽ നമ്മൾ നോക്കുന്നത് പിൻസർ ഗ്രാസ്പ്, ഇങ്ങനെ പിഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അത് 9ാം മാസത്തിലാണ്. ഇങ്ങനെ മീസിൽസ് നമ്മൾ കൊടുക്കുന്ന 9ാം മാസത്തിലല്ലേ, അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചോളൂ. പിൻസർ ഗ്രാസ്പും മീസിൽസും 9 months. സ്ക്രിബ്ലിംഗ് സ്റ്റാർട്ട്സ് ബൈ 2 years. പിന്നെ സ്പീച്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സ്മൈൽ 2 months, വേർഡ്സ് ഒക്കെ 12 months, 1 year ആകുമ്പോഴാണ് പറഞ്ഞു തുടങ്ങാം. അടുത്ത ആന്ത്രോപോമെട്രിക് മെഷേഴ്സ്. ഇവിടെയും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ ബർത്ത് വെയിറ്റ് 3 kg ആണെങ്കിൽ ബർത്ത് വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു അതിന്റെ ഡബിൾ ആവും 6 മാസം. എളുപ്പത്തിന് ഇവിടെ 5 months നാളെ 6 months, അപ്പൊ ഓർക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ബർത്തിൽ എത്രയായിരുന്നു വെയിറ്റ്, അത് 6 months ആകുമ്പോൾ ഡബിൾ ആവും. പിന്നെ 1 year ആകുമ്പോൾ അല്ലെങ്കിൽ 12 months ആകുമ്പോൾ ട്രിപ്പിൾ ആവും. ഓക്കെ, ട്രിപ്പിൾ. സോ ആ രീതിയിൽ ഓർത്തുള്ള. ഹൈറ്റ് ആണെങ്കിൽ 50 centimeter ആണ് ബർത്തിൽ, അത് 1 year ആകുമ്പോൾ 75 centimeter ആവും. പിന്നെ ഈ കുട്ടിയുടെ ഹൈറ്റ് വെച്ചിട്ട് 2 yearsലെ കുട്ടിയുടെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് അഡൾട്ട് ഹൈറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 2 yearലുള്ള ഹൈറ്റിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഹെഡ് സർക്കംഫറൻസ് ജനിക്കുമ്പോൾ എത്രയാണ്? 35 centimeter ആണ്, അത് 1 year ആകുമ്പോൾ 45 centimeter ആവും. പിന്നെ പല്ല്, ഡെസിഡ്യൂസ് ടീത്ത് ഫ്രം 6 months to 3 years, പെർമനന്റ് ടീത്ത് 6 years മുകളിലാണ്. ദെൻ ആന്ത്രോപോമെട്രിയിൽ നമ്മൾ ചില ഡിസോർഡേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഷോർട്ട് സ്റ്റേച്ചർ എന്ന് പറയുന്നു. ഷോർട്ട് സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3rd percentile height. If the height is less than 3rd percentile, then we say them as short stature. ഹൈറ്റ് കുറവ് ആണ്, ആ ഏജിന് ഉള്ള ഹൈറ്റ് കുറവാണ്. പിന്നെ ഫെയിലിയർ ടു ത്രൈവ്, ഒരു ബേബി ഫെയിലിയർ ടു ത്രൈവ് എന്ന് എപ്പോഴാണ് പറയുക? വെയിറ്റ് 3rd percentileനെക്കാട്ടിലും കുറവ്, അതല്ലെങ്കിൽ 80% എക്സ്പെക്റ്റഡ് വെയിറ്റിനെക്കാട്ടിലും ലെസ് ദാൻ 80% എക്സ്പെക്റ്റഡ് വെയിറ്റ് ആണെങ്കിൽ നമ്മൾ ഫെയിലിയർ ടു ത്രൈവ് എന്ന് പറയും. പിന്നെ ചില ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് ചിൽഡ്രൻ കാണിക്കുമല്ലോ. പൈക്ക എന്ന് പറയുന്നത് കഴിക്കാൻ കൊള്ളാത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നത്, മണ്ണ് വാരി തിന്നുന്നതൊക്കെ. എന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ ബെഡ് വെയിറ്റിംഗ്, നൈറ്റ് ടൈമിൽ ബെഡ് വെയിറ്റിംഗ്. If it stays for more than 5 years, then we call it as enuresis. Desmopressin ഒക്കെയാണ് ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. Then coming to breastfeeding, exclusive breastfeeding till 6 months. Colostrum which is high in IgA, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. പിന്നെ കോംപ്ലിമെന്ററി ഫീഡ് ആണെങ്കിൽ 6 months സ്റ്റാർട്ട് ചെയ്യുക. ദെൻ കംസ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അത് കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. ക്വാഷിയോർക്കറും മരാസ്മസുമാണ്. ക്വാഷിയോർക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്, അതേസമയം കാലറി അഡിക്വേറ്റാണ്. മരാസ്മസിലാണെങ്കിൽ 2ന്റെയും ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ അപ്പിയറൻസ്, ഈ ക്വാഷിയോർക്കർ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീര് വെച്ച് വീർത്ത് തൊടുത്ത് മുഖമൊക്കെ നല്ല വട്ടത്തിലിരിക്കും. പക്ഷെ മരാസ്മസിലാണെങ്കിൽ ഒരു ഓൾഡ് മാൻ ലുക്കാണ്, വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിട്ട്. അപ്പോൾ ക്വാഷിയോർക്കറിൽ എഡീമ ഉണ്ട്, പിറ്റിംഗ് എഡീമയാണ്. മരാസ്മസിൽ എഡീമ ഇല്ല. ക്വാഷിയോർക്കറിന്റെ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ വയസ്സായ പെയിന്റ് ഇളകി വരുന്ന പോലെ ഉണ്ടാവും. ഫ്ലേക്കി പെയിന്റ്, ഡെർമറ്റോസ്, പഴയ ബിൽഡിങ്ങിൽ നിന്നൊക്കെ പെയിന്റ് ഇളകി വരുന്നില്ല, അതുപോലത്തെ സ്കിൻ ആയിരിക്കും. മരാസ്മസിലാണെങ്കിൽ ഓൾഡ് മാൻ്റെ സ്കിൻ ഡ്രൈ റിങ്കിൾഡ് ആയിരിക്കും. ഹെയറിൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ക്വാഷിയോർക്കറിൽ ഫ്ലാഗ് സൈൻ ആവും. മരാസ്മസിലാണെങ്കിലും തിൻ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഹെയർ ആണ്. പിന്നെ ഉള്ള ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചർ, ക്വാഷിയോർക്കറിൽ എഡിമ ഉണ്ടല്ലോ, ആ എഡിമയുടെ കാരണം എന്താണ്? ഹൈപ്പോ ആൽബുമിനീമിയാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹൈപ്പോ ആൽബുമിനീമിയ വരുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ എഡിമ. മരാസ്മസിലാണെങ്കിൽ അത് നോർമൽ ആയിരിക്കും. Now coming to developmental theories, ഇവിടെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം.
ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ തിയറി എന്താ പറയുന്നത്? ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക്, ലേറ്റന്റ് ആൻഡ് ജെനിറ്റൽ. ഈ ഏജുകളൊക്കെ ഓർത്തുള്ള. ഓറൽ എന്ന് പറയുമ്പോൾ അവിടെ ഓറൽ പ്ലഷറാ, വാ വെച്ചല്ലേ പിള്ളേരെല്ലാം എക്സ്പീരിയൻസ്, എന്ത് കൊടുത്താലും വാക്കകത്തോട്ട് വെച്ച് കടിക്കും. അങ്ങനെ അവര് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അടുത്ത 1 to 3 years ആകുമ്പോൾ ഏനൽ, ആ സമയത്താണ് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നടക്കേണ്ടത്. ഫാലിക് സ്റ്റേജ് 3 to 5 years, ആ സമയത്ത് അവരുടെ ജെനൈറ്റൽ ഏരിയയിലാണ് അവരുടെ അവയർനെസ്. അപ്പോഴാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ആണ് ഈഡിപ്പസ് കോംപ്ലക്സും, സെയിം സെക്സിനോടുള്ള അട്രാക്ഷൻ ആണ് ഇലക്ട്ര കോംപ്ലക്സും. ദെൻ ലേറ്റൻസി ടൈം സ്റ്റേജ് എന്ന് പറയുന്നത് 6 മുതൽ 12 വയസ്സ് വരെയാണ്. ആ സമയത്ത് സെക്ഷൽ എനർജി ഡോമൻ്റ് ആയിരിക്കും. ആ സമയത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ജെനിറ്റൽ സ്റ്റേജിൽ നിന്ന് പറഞ്ഞാൽ പ്യൂബർട്ടിയില്ല. സോ ദർ ഇസ് എ സെക്ഷുവാലിറ്റിയും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലോട്ടും ഒക്കെ പോകുന്ന സ്റ്റേജാണ് അത്. അടുത്ത എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജിൽ ഇൻഫൻസിയിൽ കാണിക്കുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കെയർ ഗീവേഴ്സിനെയാണ് അവർ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കെയർ ഗീവേഴ്സ് ശരിയില്ല എന്ന് വെച്ചാൽ അവർ ആരെയും വിശ്വസിക്കത്തില്ല, എല്ലാവരോടും മിസ്ട്രസ്റ്റ് ആണ്. അടുത്തത് ടോഡ്ലർ സ്റ്റേജ് ആകുമ്പോൾ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഗിൽറ്റ്. അവരെ ഓട്ടോണമസ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിട്ടില്ലെങ്കിൽ അവർക്ക് ഗിൽറ്റി ഫീലിംഗ് ഡെവലപ്പ് ചെയ്യും. സ്കൂൾ ഏജിലാകുമ്പോൾ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഓരോ സ്കില്ല് മാസ്റ്റർ ചെയ്യുന്ന സമയം. അപ്പോൾ ആ മാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൈഡും ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അഡോളസെൻ്റ് ഏജിലാണെങ്കിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഞാൻ അഡൾട്ട് ആണോ ചൈൽഡ് ആണോ എന്നുള്ളൊരു ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെയും നമ്മൾ അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദറ്റ് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. യങ് അഡൾട്ട് ആകുമ്പോൾ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഇൻറ്റിമേറ്റ് ഡീപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പറ്റുന്നതിൽ അവർ ഭയങ്കര സെക്ലൂഡഡ് ആയിട്ട്, ഐസൊലേറ്റഡ്, ലോൺലി ആയിട്ട് ഫീൽ ചെയ്യും. മിഡിൽ ഏജ് ആകുമ്പം ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് യു വാണ്ട് ടു കോൺട്രിബ്യൂട്ട് സോ മെനി തിങ്സ് ടു ദ സൊസൈറ്റി. ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യും. പബ്ലിക്കലി ഒത്തിരി കാര്യങ്ങൾ വി ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ പബ്ലിക് ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെ ഇല്ലാച്ചാൽ സ്റ്റാഗ്നൻ്റ് ആയി പോകും. ദേ ഡോണ്ട് ഇൻറ്ററാക്ട്, ദിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റക്ക്, ദർ ഇസ് നോ ഫ്ലോ ഇൻ ദെയർ ലൈഫ്. ഓൾഡ് ഏജ് ആകുമ്പം ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ എന്ന് വെച്ചാൽ ലൈഫിൻ്റെ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെ, ഞാൻ എൻ്റെ മക്കളെ നേരെ നോക്കിയോ, മക്കൾ എന്തായി. ചില നല്ല അച്ഛനമ്മമാരുടെയൊക്കെ മക്കൾ വഴി തെറ്റി പോകുമ്പോൾ ഈ സ്റ്റേജിൽ അവർ ഭയങ്കരമായിട്ട് അവർക്ക് ആ ഒരു ഡെസ്പയർ ആയിപ്പോവും, ദേ റിഗ്രറ്റ്. ഓക്കെ, അപ്പോൾ ലൈഫിൻ്റെ ഫുൾ ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വെൻ ദേ റിഫ്ലെക്റ്റ് ഇൻ ദെയർ ഓൾഡ് ഏജ് they will be very their life will be very nice. Otherwise they'll go into dissatisfaction and regret. കോൾബർഗ്സിന്റെ മോറൽ തിയറി പറയുന്നത് 3 സ്റ്റേജാ. പ്രീ കൺവെൻഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 9 years ആണ്. അവിടെ ഒബീഡിയൻസ്, സെൽഫ് ഇൻട്രസ്റ്റ് ഒക്കെയാണ്. പിന്നെ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 9 to 15 years. ഈ സമയത്താണ് നമ്മൾ സോഷ്യൽ അപ്രൂവലൊക്കെ ഇവരെ സീക്ക് ചെയ്യുന്നത്, ലോ ആൻഡ് ഓർഡർ എല്ലാം ഫോളോ ചെയ്യുന്നതും ഒക്കെ കൺവെൻഷണൽ സ്റ്റേജിലാണ്. പോസ്റ്റ് കൺവെൻഷനൽ ആകുമ്പോൾ അവിടെ ഇവർ മീൻസ് മോർ ദാൻ 15 years ആകുമ്പോൾ ദേ വിൽ ബി ഫോളോയിങ് ദി എത്തിക്കൽ പ്രിൻസിപ്പൽസ്, യൂണിവേഴ്സൽ റൈറ്റ്സ്, അതിനെയൊക്കെ പറ്റി ഭയങ്കര കോൺഷ്യസ് ആൻഡ് അവെയർ ആവും. അടുത്ത പിയാഷെറ്റ്സ് കോഗ്നിറ്റീവ് തിയറി. അപ്പം അതിൽ സെൻസോറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 years വരെയാണ്. എല്ലാം സെൻസറി എക്സ്പോഷേഴ്സ് ആണ്, സെൻസറി ഓർഗൻസ് വെച്ചിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. പ്രീ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 2 to 7 years വേർ ദേ ഗോ ഇൻ ടു ഈഗോസെൻട്രിസം ആൻഡ് സിംബോളിക് പ്ലേ. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ എന്ന് പറയുന്നത് സ്റ്റേജ് 7 to 11 years വേർ ദേ ഹാവ് ലോജിക്കൽ തിങ്കിങ്. ഫോർമൽ ഓപ്പറേഷണൽ എന്ന് പറയുന്നത് 12 years മുകളിലാണ്. ആ സമയത്ത് അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ, വെറുതെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് കുറച്ചുകൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. ഈ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് കാണുന്ന സാധനമേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ലോജിക്കലി അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് എവർ ദേ ക്യാൻ ഫീൽ, ദേ ക്യാൻ സെൻസ്, ദേ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. നൗ കമ്മിങ് ടു സം ജെനറ്റിക് ഡിസോർഡേഴ്സ്. ഇതും കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ കാണാതെ അങ്ങോട്ട് പഠിച്ചു വെച്ചോളുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസീസ്. ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്ന് പറയുമ്പം സിംഗിൾ മ്യൂട്ടേറ്റഡ് അലീൽ ആണ്, സിംഗിൾ ആണ്, ഇവിടെ സിംഗിൾ അലീലാണ്. 2 ജെൻഡറിനെയും അഫക്റ്റ് ചെയ്യും, മെയിലിനെയും ഫീമെയിലിനെയും അഫക്റ്റ് ചെയ്യും. മെയിൽ ടു മെയിൽ ട്രാൻസ്മിഷനും ഉണ്ട്. അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഹണ്ടിങ്ടൺസ് ഡിസീസ്, മർഫാൻ സിൻഡ്രോം, ന്യൂറോഫൈബ്രോമറ്റോസിസ്, അതല്ല. അടുത്ത ഓട്ടോസോമൽ റിസസീവ് എന്ന് പറയുമ്പോൾ 2 അലീലും വേണം, 2
അഫക്റ്റഡ് ആണ്. പിന്നെ കാരിയേഴ്സ് ഉണ്ട്. കാരിയേഴ്സിന് അസുഖം ദേ ഡോണ്ട് എക്സിബിറ്റ്, ദേ ആർ എസിംറ്റമാറ്റിക്. കൺസാങ്കുനസ് മാരേജ് എന്ന് വെച്ചാൽ ബന്ധുക്കളുടെ ഇടയിൽ ഇത് ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ റിസ്ക് കൂടുതൽ. അസുഖങ്ങൾ എന്തൊക്കെയാണ്? സിസ്റ്റിക് ഫൈബ്രോസിസ്, ഫിനൈൽ കീറ്റോന്യൂറിയ, സിക്കിൾ സെൽ, തലാസീമിയ ഒക്കെ ഓട്ടോസോമൽ റിസസീവിൽ വരുന്ന. സാധാരണ എങ്ങനെയാണ് ചോദിക്കുക? ഈ അസുഖങ്ങളാണ് ചോദിക്കുന്നത്. ഇറ്റ് ഫോൾസ് അണ്ടർ വിച്ച് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട്. അടുത്ത എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയുമ്പോൾ ഇവിടെ റിസസീവിൽ മെയിൽസ് ആണ് അഫക്റ്റഡ്, ഫീമെയിൽസ് കാരിയേഴ്സ് ആയിട്ടുണ്ടാവും, മെയിൽ ടു മെയിൽ ട്രാൻസ്മിഷൻ ഇല്ല. പിന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, 50% റിസ്ക് ടു ദ കാരിയേഴ്സ് സൺസ്. അപ്പോൾ ഫീമെയിൽസ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്ക് 50% റിസ്ക് ഉണ്ട്. അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയ, ഡ്യൂഷനീസ് ഡിസ്ട്രോഫി, പിന്നെ G6PD ഡെഫിഷ്യൻസി, ഇതൊക്കെ എക്സ് ലിങ്ക്ഡ് റിസസീവിൽ വരുന്നു. പിന്നെ എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിലാണെങ്കിൽ മെയിൽസിനാണ് സിവിയറിറ്റി കൂടുതൽ ഉണ്ടാവുക, ഫീമെയിൽസിന് മൈൽഡ് ആയിരിക്കും. ദേ വിൽ ഗെറ്റ് അഫക്റ്റഡ് വെരി മൈൽഡ്ലി. സോ ഈ അഫക്റ്റഡ് മെയിലിൻ്റെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടും. അതാണ് ഡോമിനൻ്റ്. എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിൽ all the daughters will be affected. സോ എക്സാമ്പിൾ റിക്കറ്റ്സ്, റെറ്റ് സിൻഡ്രോം ഒക്കെ. പിന്നെ നമുക്ക് അറിയാനുള്ളത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസിനെ പറ്റിയാണ്. ട്രൈസോമി 21 എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം ആണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഒരു എക്സ്ട്രാ 21 ക്രോമസോം ഉണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, ലോ ഇയേഴ്സ്, ആൽമണ്ട് ഷേപ്ഡ് ഐസ്, ടങ് പ്രൊട്രൂഷൻ, കയ്യിൽ സിമിയൻ ക്രീസ്. ഇവർക്ക് ഇങ്ങനത്തെയൊക്കെ ക്ലിനിക്കൽ പ്രോബ്ലംസും ഉണ്ട്. കൺജന്റൽ ഹാർട്ട് ഡിസീസ്, ലുക്കീമിയ, ഡിയോഡിനൽ അട്രീഷ്യ ഒക്കെ വരാം. അടുത്തത് എഡ്വേഴ്സ് സിൻഡ്രോം വിച്ച് ഇസ് ട്രൈസോമി 18 എന്ന് പറയുന്ന എക്സ്ട്രാ 18 ക്രോമസോം ഉണ്ട്. 3 C's ആണ് ഇവിടെ: ക്ലെൻച്ച്ഡ് ഫിസ്റ്റ്, ക്ലബ് ഫീറ്റ്, കാർഡിയാക് ഡിഫക്ട്സ്, പിന്നെ മൈക്രോഗ്നാത്തിയ. മൈക്രോഗ്നാത്തിയ എന്ന് പറഞ്ഞാൽ ചെറിയ ജോ ആണ്, ഹൈ മോർട്ടാലിറ്റി ആണ് ഇവർക്ക്. പിന്നെ പെറ്റാർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി 13 ആണ്. ഇതിൽ പോളിഡാക്ട്ലി ഉണ്ട്, ഓറോഫേഷ്യൽ ക്ലെഫ്റ്റ്, മറ്റേ ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റ് ഒക്കെ, ലോ സെറ്റ് ഇയേഴ്സ് ഉണ്ട്. Then comes Klinefelter syndrome where there is a extra X in the male, 47XX. ഇതാണ് നിങ്ങൾ പഠിക്കാനുള്ളത് കേട്ടോ. ഇത് ഈ ഓരോ സിൻഡ്രോത്തിലും എന്താണ് അവിടുത്തെ അബ്നോർമാലിറ്റി എന്നുള്ളത്. ക്ലൈൻഫെൽറ്റേഴ്സിൽ 47XX_Y, ടേണേഴ്സിലാണെങ്കിൽ 45X. So there is a missing X. So now coming to congenital heart disease. കൺജന്റൽ ഹാർട്ട് ഡിസീസിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് നാദാസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മേജർ ക്രൈറ്റീരിയ ഒരെണ്ണവും 2 മൈനറും ഉണ്ടെങ്കിൽ ഹൈ റിസ്ക് ഓഫ് കൺജന്റൽ ഹാർട്ട് ഡിസീസ് എന്നാണ് പറയുന്നത്. എന്താണ് മേജർ ക്രൈറ്റീരിയ? സിസ്റ്റോളിക് മർമർ വിച്ച് ഇസ് മോർ ഓർ ലെസ് ദാൻ grade 3, ഡയസ്റ്റോളിക് മർമർ, സൈനോസിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. മൈനർ എന്ന് പറയുമ്പം മർമർ ലെസ് ദാൻ grade 3, അബ്നോർമൽ S2 സൗണ്ട്, ചെസ്റ്റ് എക്സ്റേ അല്ലെങ്കിൽ ഓർ ബ്ലഡ് പ്രഷർ എലിവേറ്റഡ് ആയിരിക്കും. ചെസ്റ്റ് എക്സ്റേയിൽ അതിൻ്റെ സൈൻസ് ഉണ്ടാവും. ആൻഡ് വെൻ 1 മേജർ ആൻഡ് 2 മൈനർ ആർ ദർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷോസ് ദർ ഇസ് എ ഹൈ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. ദെൻ ദർ ആർ സോ മെനി സിൻഡ്രോംസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത്, ഈ ചില സിൻഡ്രോംസിലൊക്കെ കൺജന്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. അതെന്തൊക്കെയാണ്? ഡൗൺ സിൻഡ്രോമിൽ atrioventricular septal defect, ASD, atrial septal defect, ventricular septal defect. ന്യൂനൻ സിൻഡ്രോമിലാണെങ്കിൽ പൾമിനറി സ്റ്റീനോസിസ് ഉണ്ട്. പിന്നെ ആപ്പർട്ടിലാണെങ്കിൽ കോയാക്ടേഷൻ ഓഫ് അയോട്ടോ ASD, ഹോൾട്ട് ഒറാം സിൻഡ്രോമിൽ VSD, ASD. ഇതൊക്കെ അങ്ങനെ ചോദിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇങ്ങനത്തെ നെയിംസ് ഒന്നും. അടുത്തത് SINOTIC കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടാണ്. ASD, VSD, PDA ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ASDയിൽ തന്നെ 3 ടൈപ്പുകളുണ്ട്. ASD സെക്കൻഡുമാണ് കോമൺ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ്. ഇവിടെ എന്താണ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? പൈലോറസ് നാരോഡ് ആണ്. അപ്പോൾ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ വൊമിറ്റിങ്, അതും നോൺ ബിലിയസ്, അത് ഓർക്കാനുള്ളത്. പിന്നെ നമ്മൾ വയറ്റിൻ്റെ പുറത്തേക്ക് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവ് അറിയാമല്ലോ, ഒലിവിൻ്റെ പോലത്തെ ഒരു മാസ്, ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊരു മാസ് ഉണ്ടാവും. Then you can observe the peristalsis over the abdominal wall. അപ്പോൾ ഇങ്ങനെ ഇവർക്കൊക്കെ മെറ്റബോളിക് ആൽക്കലോസിസും ഹൈപ്പർക്ലോറീമിയും, ബിക്കോസ് സോ മച്ച് ഓഫ് HCl is കമ്മിങ് ഔട്ട്, അത് കാരണം വൊമിറ്റ് ചെയ്ത് കളയുന്നതുകൊണ്ടാണ് ഇങ്ങനെ. സോ ഡയഗ്നോസിസിൽ അൾട്രാസൗണ്ടിൽ യു ക്യാൻ സീ ദ തിക്കൻ പൈലോറസ്. ഇവിടെ കുറേ സൈൻസ് ഉണ്ട്, ഇതൊക്കെ ഒന്ന്
നോട്ട് ചെയ്ത് വെച്ചോളുക. അൾട്രാസൗണ്ടിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഷോൾഡർ സൈൻ, ബീക്ക് സൈൻ, ഇതൊക്കെ കണ്ട ബീക്ക് സൈൻ, സ്ട്രിങ് സൈൻ, ഇതിന് സ്ട്രിങ് സൈൻ എന്ന് പറയും. അതുപോലെ ഡബിൾ ട്രിപ്പിൾ ട്രാക്ക് സൈൻ, പിന്നെ മഷ്റൂം സൈൻ, ടീറ്റ്സ്, ഇതൊക്കെയും പൈലോറിക് സ്റ്റീനോസിസിൽ വരുന്നതാണ്. സോ അൾട്രാസൗണ്ടിൽ നമുക്ക് പൈലോറിസിസ് തിക്കൻഡ് ആയിട്ട് കാണാൻ പറ്റും. ബേരിയത്തിലാണെങ്കിൽ സ്ട്രിങ്, ഷോൾഡർ, ഡബിൾ ട്രാക്ക് സൈൻ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ബേരിയം മീലിൽ. അടുത്ത ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റാംസ്റ്റേഡ്സ് പൈലറോ മയോട്ടമിയാണ്. ആ പൈലോറസ് തിക്കായിട്ടുള്ള പൈലോറസിനെ കട്ട് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഓൾസോ കറക്റ്റ് ദ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. അടുത്തത് ഇൻറ്റർസെപ്ഷൻ. ഇൻറ്റർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ബവലിൻ്റെ ടെലിസ്കോപ്പിംഗ് ആണ്. അതും 3 months to 5 months to 3 years സമയത്താണ്. അപ്പോൾ ഇവിടെ റെഡ് കറൻറ്റ് ജെല്ലി സ്റ്റൂൾസ് കാണാൻ സാധിക്കും. അതുപോലെ കോളിക്കി പെയിൻ ആൻഡ് സോസേജ് കൈൻഡ് ഓഫ് മാസ് യു ക്യാൻ സി. ഇങ്ങനത്തെ സോസേജ് കൈൻഡ് ഓഫ് മാസ് ഉണ്ടാവും. പിന്നെ അൾട്രാസൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് സൈൻ, ഡോനറ്റ് സൈൻ ഒക്കെ ഉണ്ട്. എക്സ്റേയിൽ എയർ പോസിറ്റീവ്. എയർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഇൻഡസ്ട്രീൻ്റെ എക്സ്റേ എടുക്കുമ്പോൾ ബ്ലാക്ക് അല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം അവിടെ ഗ്യാസ് ഉണ്ടാവും. പക്ഷെ അത് that will be less, that black color will be less. That means എയറിൻ്റെ ഒരു പ്രസൻസ് ലെസ് ആയിരിക്കും അവിടെ. അതുപോലെ ബേരിയം എനിമയിൽ ക്ലോ സൈൻ അല്ലെങ്കിൽ സ്പ്രിങ് സൈൻ. ക്ലോ സൈൻ എന്ന് പറഞ്ഞാൽ കണ്ടു, ഇതുപോലത്തെ ഒരു സൈൻ കണ്ടു ഇവിടെ, ഈഗിളിൻ്റെയൊക്കെ കൈ ക്ലോ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സൈന്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോനട്ട് സൈൻ. കണ്ടോ, ഡോനട്ട് ഇങ്ങനെയല്ലേ ഇരിക്കും, നമ്മുടെ വട പോലെ, ഡോനട്ട് സൈൻ. സോ ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ ഈസ് ദ മെത്തേഡ്. നമ്മൾ ഇച്ചിരി വാട്ടറിൽ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ആ ടെലിസ്കോപ്പിംഗ് മാറി നേരെ ഇരിക്കാം. അതല്ലെങ്കിൽ സർജറി ചെയ്യാം. അടുത്തത് ഹെർട്സ്പ്രങ്സ് ഡിസീസ്. ഹെർട്സ്പ്രങ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺസ് ഇല്ല ഡിസ്റ്റൽ കോളമിൽ. ആൻഡ് ദറ്റ് വൈ? ബിക്കോസ് ന്യൂറൽ സെൽ ക്രെസ്റ്റ് മൈഗ്രേഷൻ ഡസ് നോട്ട് ഹാപ്പൻ. അത് എംബ്രിയോണിക്കലി ഉണ്ടാകുന്നതാണ്. അപ്പോൾ കോമൺ സൈറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. റെക്ടോ സിഗ്മോയിഡ് റീജിയൻ ആണ് ഈ ഹെർട്സ്പ്രങ്സ് ഡിസീസിന് കോമൺ സൈറ്റ്. അപ്പോൾ കൊച്ച് ജനിച്ച് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് മെക്കോണിയം പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സസ്പെക്ട് ചെയ്യണം. അതുപോലെ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, കോൺസ്റ്റിപ്പേഷൻ, വോമിറ്റിംഗ് ഒക്കെ അവർ എക്സിബിറ്റ് ചെയ്യും. ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇത് ഓർത്ത് വെച്ചോളൂ. റെക്ടൽ ബയോപ്സിയാണ്. കട്ട് ചെയ്ത് നമ്മൾ ബയോപ്സി എടുത്ത് നോക്കുമ്പോൾ യു വിൽ ഹാവ് എ ആബ്സെൻറ്റ് ഗാംഗ്ലിയോൺ സെൽസ് ദെയർ. സോ ദാറ്റ് ഇസ് കോൾഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. ഇതല്ലാതെ പിന്നെ നമുക്ക് കോൺട്രാസ്റ്റ് എനിമ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസിഷൻ സോണും നമുക്ക് കാണാൻ പറ്റും, ഈ ഗാംഗ്ലിയോൺ ഇല്ലാത്ത സോണും കാണാൻ പറ്റും. സോ സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. ഗാംഗ്ലിയോണിക് ബവൽ പുൾ ത്രൂ സർജറി എന്ന് തന്നെ പറയാം. ആൻഡ് ദ കോംപ്ലിക്കേഷൻ ഇസ് എൻഡറോകൊളൈറ്റിസ്. ഓക്കെ, അടുത്തത് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്. സോ ഇത് ബ്രീഫായിട്ട് ഇവിടെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പുറത്ത് ഞാൻ പറയുന്നത്. സോ ക്ലെഫ്റ്റ് lip and palate. Cleft lip congenitally the front lip is, upper lip is split, or even the palate. ഇതിപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പാലറ്റ് ആണിത്. പാലറ്റ് സ്പ്ലിറ്റ്. എന്താ കാര്യം? ജനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഫേഷ്യൽ പ്രോസസ്സ് ഒക്കെ ഫ്യൂസ് ചെയ്യാനുള്ള ഫെയിലിയർ ആണ്. ലിപ്പിൻ്റെ സാധാരണ 5 to 6 വീക്സിലാണ് ഫോം ചെയ്യുന്ന, പാലറ്റ് 7 to 10 വീക്സിൽ. ആ സമയത്ത് നടക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫീഡിങ് ഡിഫിക്കൽട്ടി, പ്ലസ് ചെവി എപ്പോഴും ചെവിയിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, ഓട്ടൈറ്റിസ് മീഡിയ. അതുപോലെ സ്പീച്ച് ഡിലേ, കാരണം ലിപ്സ് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പാലറ്റും പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ സ്പീച്ച് ഡിലേ കൊണ്ട് ഒത്തിരി ഡെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം. സോ അൾട്രാസൗണ്ടിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ക്ലെഫ്റ്റ് ലിപ്പ് റിപ്പയർ ചെയ്യുന്ന എപ്പോഴാണ്? 3 monthsലാണ്. ക്ലെഫ്റ്റ് പാലറ്റ് ആണെങ്കിൽ 9 to 18 monthsലാണ്. പിന്നെ ഈ സ്പെഷ്യൽ ഫീഡിംഗ് ആണ് ഇതിനകത്ത് നിങ്ങൾ ഓർക്കാനുള്ള ESSR മെത്തേഡ് എന്ന് പറയും. ഈ എന്ന് പറഞ്ഞാൽ എൻലാർജ് നിപ്പിൾ, വലിയ നിപ്പിൾ ഉപയോഗിച്ച് ഫീഡ് ചെയ്യുക, സക്കിങ് സ്റ്റിമുലേഷൻ കൊടുക്കുക, കൂടുതൽ സ്വലോയിങ് ടൈം ഇട്ട് കൊടുക്കുക, ആൻഡ് റെസ്റ്റ് ബിറ്റ്വീൻ ഫീഡിങ്. സോ ഈ സ്പെഷ്യൽ ഫീഡിങ് മെത്തേഡാണിത്. പിന്നെ ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. പോസ്റ്റ് ഓപ്പറേറ്റീവിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? സ്യൂച്ചർ ലൈനിൻ്റെ പ്രൊട്ടക്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് കമ്മിങ് ടു അബ്ഡോമിനൽ വാൾ ഡിഫെക്ട്സ്, വി ഹാവ് ഓംഫലോസീലും ഗ്യാസ്ട്രോകേസിസ് എന്ന് പറയുന്ന 2 പ്രോബ്ലമാണ്. ഈ ഓംഫലോസീലിൽ നിങ്ങൾക്ക് കാണാം മിഡ് ലൈനിലാണ്, അംബിലിക്കസിൻ്റെ ആ ഭാഗത്തായിട്ട് മിഡിലാണ് കാണുന്നത്. അതും ഒരു കവറിങ് മെംബ്രെയിനും കൂടെ ഉണ്ട്. ഒരു പെരിറ്റോണിയം, ഒരു സാക്ക് വിൽ കവർ ദ ഓംഫലോസീൽ, ദറ്റ് ഇസ് പെരിറ്റോണിയം ആൻഡ് ആംനിയോൺ വിൽ കവർ. അതുപോലെ ഈ ഓംഫലോസീലിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൗൽ കാണാൻ പറ്റും. ചിലപ്പോൾ ലിവറോ മറ്റോ ഓർഗൻസോ ചിലപ്പോൾ ഉണ്ടാകാം. ഇത് കോമൺലി അസോസിയേറ്റ് ഇതുള്ള ആൾക്കാർക്ക് ക്രോമോസോമൽ ആൻഡ് കാർഡിയാക് അബ്നോർമാലിറ്റീസ് ഉണ്ട്.
ഉണ്ടാവാം. പിന്നെ ഏതാണ് ട്രൈസോമി 13, 18 പോലത്തെ ക്രോമോസോമൽ അബ്നോർമാലിറ്റി. അപ്പോൾ ഇതൊരു സർജിക്കലി വേണം റിപ്പയർ ചെയ്യാനായിട്ട്. ആദ്യം സ്റ്റെബിലൈസ് ചെയ്യാൻ, എന്നിട്ട് സർജിക്കലി റിപ്പയർ ചെയ്യാം. അടുത്തത് ഗ്യാസ്ട്രോക്കീസിസ് എന്ന് പറയുമ്പം ഈ അംബിലിക്കസ് കണ്ടു, ഇവിടെയാണ് അംബിലിക്കസ് ഉള്ള നടുക്ക്, അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് പാരാഅംബിലിക്കൽ എന്നാ പറയുക, റൈറ്റ് സൈഡിലോട്ടാണ് ഈ ഡിഫക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഈ പിക്ചർ തന്നെ നോക്കിക്കോളൂ, സാക്ക് ഇല്ല, ജസ്റ്റ് ബൗൽ അങ്ങനെ എക്സ്പോസ്ഡ് ആണ്. അപ്പം അകത്ത് കിടക്കുമ്പോൾ, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ, വൂമ്പിൽ കിടക്കുമ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലോട്ട് ഈ ഇൻഡസ്റ്റൈൻ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കും. ഇവിടെ വേറെ ഓർഗൻസ് ഒന്നും ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പോലെ ലിവറും അതൊന്നും ഇല്ല, ജസ്റ്റ് ബൗൽ മാത്രമേ ഉള്ളൂ. വളരെ റെയർ ആണ് അബ്നോർമാലിറ്റീസ്, അസോസിയേറ്റ് അബ്നോർമാലിറ്റീസ്. ക്രോമസോമൽ റിസ്ക് ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിലാണെങ്കിൽ അർജന്റ് ആയിട്ട് നമുക്ക് ഈ ബൗൽ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് അർജന്റ് ആയിട്ട് തന്നെ നമ്മൾ സർജിക്കലി അത് റിപ്പയർ ചെയ്യണം. അടുത്ത പ്രോബ്ലം എന്താണ്? ഈസോഫെജിയൽ അട്രീഷ്യയും ട്രാൻസ് ഈസോഫെജിയൽ ട്രക്യോ ഈസോഫെജിയൽ ഫിസ്റ്റുലയും. അപ്പോൾ ഇതിൽ ഈസോഫെജിയൽ അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഈസോഫാഗസ് ഇങ്ങനെ ഒരു ഫുൾ കുഴലായിട്ട് ഇരിക്കേണ്ടതല്ല, പക്ഷെ അത് ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കും, ഇവിടെ കൊണ്ട് അതങ്ങനെ നിന്ന് പോകും. പിന്നെ ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ അബ്നോർമലി കണക്ട് ടു ദ ട്രക്കിയ. സോ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഇസ് ദിസ് അട്രീഷ്യ വിത്ത് ഡിസ്റ്റൽ ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല. ഓക്കെ, ആന്റിനേറ്റലി തന്നെ നമുക്കിത് മനസ്സിലാവും പോളിഹൈഡ്രാമിനോസിസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്മോൾ ഫീറ്റൽ സ്റ്റൊമക്ക് അൾട്രാസൗണ്ടിൽ കാണുവാണെങ്കിൽ നമുക്ക് സസ്പെക്ട് ചെയ്യാം. ഇനി കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ എന്താ, വായിക്കൂടെ എല്ലാം ഭയങ്കരമായിട്ട് ഫ്രോതിങ്ങും ഡ്രൂലിങ്ങും ഒക്കെ ഉണ്ടാവും, ചോക്കിംഗ് ഉണ്ടാവും, കോഫിംഗ് ഉണ്ടാവും. സോ ദാറ്റ് 3C ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡയഗ്നോസ് ദിസ് ആഫ്റ്റർ ഡെലിവറി. പിന്നെ ഫീഡിങ് കൊടുക്കുമ്പോൾ സൈനോസ്ഡ് ആവും, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാവും. സോ നമ്മളൊരു നെയ്സോഗ്യാസ്ട്രിക് ട്യൂബ് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞ് ഇവിടെ വന്ന് ഇത് സ്റ്റക്കായി കോയിൽ ചെയ്ത് കിടക്കും, താഴോട്ട് അങ്ങ് പോകത്തില്ല. അപ്പോൾ എക്സ്റേയിൽ നമ്മൾ നോക്കുമ്പോൾ ട്യൂബ് കോയിൽ ചെയ്ത് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ ഒരു പൗച്ച് ഓഫ് എയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ NPO ആണ്, ഇതുവഴി എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ താഴോട്ട് പോകില്ല. സോ കീപ് ദം NPO, എലിവേറ്റ് ദ ഹെഡ് ആൻഡ് കണ്ടിന്യൂസ്ലി സക്ക് ദ പൗച്ച്. പൗച്ച് എന്ന് പറയുന്നത് ഇതാണ്, ഈസോഫാഗസ് ഇവിടെ വന്ന് ഒരു എൻഡിൽ ഇങ്ങനെ നിൽക്കുവാണ്, ഇതാണ് പൗച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ മ്യൂക്കസ് ഒക്കെ കളക്ട് ഇങ്ങനെ കിടക്കും. സോ ഇറ്റ് ഹാസ് ടു ബി സക്ഡ് ഔട്ട്. പിന്നെ ആൻറ്റിബയോട്ടിക്സും IV ഫ്ലൂയിഡ്സും ആവശ്യമാണ്. സർജിക്കലി ദിസ് ഹാസ് ടു ബി റിപ്പയർ, അല്ല മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം. ലൈക്ക് വാക്ട്രൽ നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം, വെർട്ടിബ്രൽ അനോമാലിറ്റീസ്, ഏനോറെക്ടൽ, കാർഡിയാക്, ട്രക്കിയൽ, ഈസോഫെജിയൽ, റീനൽ, ലിംബ് അബ്നോർമാലിറ്റീസ് ആൻഡ് ഓൾ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു അനാറ്റമി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഈസോഫാഗസിന്റെ ഒരു പൗച്ച് കാണാൻ പറ്റും, ഇവിടെ കൊണ്ട് എൻഡ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ പോയിരിക്കുക. സോ ദിസ് ഇസ് ജസ്റ്റ് ഈസോഫെജിയൽ അട്രീഷ്യ മാത്രമേ ഉള്ളൂ, ഇവിടെ അട്രീഷ്യ ആയിട്ട് ഇരിക്കുക. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? അട്രീഷ്യ ഉണ്ട്, പക്ഷെ അവിടെ ഒരു പ്രോക്സിമൽ മുകളിൽ ഒരു ഫിസ്റ്റുലായും ഉണ്ട്. ഇവിടെ നമുക്ക് അബ്നോർമലി അത് ഈസോഫാഗസ് ട്രക്കിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടൈപ്പ് B. ടൈപ്പ് സിയിലാണെങ്കിലോ മുകളിൽ അട്രീഷ്യ ഉണ്ട്, പക്ഷെ താഴത്തെ ഭാഗം, താഴത്തെ ഈസോഫാഗസ് പോയി ട്രക്കിയിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൽ ഫിസ്റ്റുല ആണുള്ളത്. പിന്നെ അട്രീഷ്യ വിത്ത് ഡബിൾ ഫിസ്റ്റുല, മുകളിലും താഴെയും കണക്ഷൻ ഉണ്ട്. ഇതാണെങ്കിൽ H ടൈപ്പ് എന്ന് പറയും. ഇവിടെ അട്രീഷ്യ ഇല്ല, ഫിസ്റ്റുല മാത്രമാണ് ഉള്ളത്. Next, coming to the next disease, that is cystic fibrosis. There it is an autosomal recessive, important ആണ്. CFTR gene mutation കൊണ്ടാണ്. ഇവിടെ എന്താണ്, ക്ലോറൈഡിന്റെ ട്രാൻസ്പോർട്ടിന്റെ മെക്കാനിസത്തിലാണ് ഡിഫക്റ്റ്. സോ സെക്രീഷൻസ് ബിക്കം വെരി തിക്ക്. ലങ്ങിലൊക്കെ എപ്പോഴും ഭയങ്കര ഇൻഫെക്ഷനും, GIT-യിലാണെങ്കിലും മാലബ്സോർപ്ഷൻ, ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെയാണ് മറ്റ് പ്രോബ്ലംസ്. അപ്പോൾ പേഷ്യൻ്റ് എങ്ങനെ പ്രസന്റ് ചെയ്യും? ഭയങ്കര കോഫ, ക്രോണിക് കോഫ, ഫാറ്റി സ്റ്റൂൾസ് ആണ് സ്റ്റേറ്റോറിയ, ഫാറ്റ് ഒക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഗ്രോത്ത് പൂറായിരിക്കും. അതുപോലെ മെക്കോണിയം ഇലിയസും. ഇനി ഇത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റാണ്. അതിനകത്ത് നമുക്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസ് മോർ ദാൻ 60 മില്ലി ഈക്വലൻസ് ഉണ്ടെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. പിന്നെ ജെനറ്റിക് ടെസ്റ്റും ചെയ്യാം. സോ ഇവിടെ തിക്ക് സെക്രീഷൻസ് ഉള്ളതുകൊണ്ട് ലങ്ങിൻ്റെ കെയർ, പൾമനറി ഹൈജീൻ വെരി ഇമ്പോർട്ടൻറ്റ്. ചെസ്റ്റ് ഫിസിയോതെറാപ്പി ചെയ്യുക, പിന്നെ ഹൈ കാലറി ഡയറ്റ് ഒക്കെ കൊടുക്കുക. സോ ദ prognosis is, this is a very chronic disease, progressive ആണ്. So better if you start with earlier care. So those things, these are about the pediatric disease conditions in nutshell. So thank you very much.